ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള രഹസ്യബന്ധം CPM പരസ്യമാക്കുകയാണ്. ജമാഅത്തയുടെ കോഴിക്കോട്ടെ പരിപാടികളുടെ ഭാഗമാകാൻ നേതാക്കൾക്കും ജനപ്രതിനിധികൾക്കും പാർട്ടി നിർദ്ദേശം നൽകി. അനഘ ഹർഷൻ തുടരുകയാണ്. നേരത്തെ അനഘ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത് CPMന്റെ ഇരട്ടത്താപ്പിനെ പറ്റിയാണ്. കാരണം വോട്ട് വേണ്ട സമയത്തൊക്കെ ജമാഅത്തെ ഇസ്ലാമിയെ വാഴ്ത്തിപ്പാടും, അല്ലാത്ത ഘട്ടത്തിൽ അവരുടെ മതരാഷ്ട്രവാദത്തെ ഉയർത്തിപ്പിടിക്കും. അങ്ങനെ ഓരോ ദിവസവും ഓരോ അടവ് നയം, അതുതന്നെയാണല്ലോ CPMന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത്. തീർച്ചയായും ഗൗതം, ഈ കോഴിക്കോട് ജമാഅത്തെ ഇസ്ലാമിക്ക് വേരോട്ടമുള്ള പ്രദേശമാണ്. ഈ കോഴിക്കോട് ജില്ലയിൽ ഈ CPM ജനപ്രതിനിധികളും നേതാക്കളും ഒക്കെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് കോഴിക്കോട് CPMന്റെ ജില്ലാ നേതൃത്വം പറഞ്ഞിട്ടുണ്ട് എന്നാണ് പാർട്ടിയിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു വിഭാഗം പറഞ്ഞത്. ഇതനുസരിച്ച് കഴിഞ്ഞ ദിവസം കാരശ്ശേരി പഞ്ചായത്തിൽ CPM പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള അബ്ദുൽ അക്ബർ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസും മറ്റുമൊക്കെ ഈ ജമാഅത്തെ ഇസ്ലാമി പുറത്തിറക്കിയിരുന്നു. എന്നാൽ അതിനുശേഷം ഇദ്ദേഹം തന്നെ ജമാഅത്തെ ഇസ്ലാമിയോട് പറഞ്ഞത് തനിക്ക് ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്നൊരു വിലക്കുണ്ട് എന്ന് നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഇത് വലിയ ചർച്ചയാവുകയും ഒക്കെ തന്നെ ചെയ്തു. എന്നാൽ അതിന് പിന്നാലെയാണ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതിന് പിന്നാലെയാണ് മതരാഷ്ട്രവാദികളുമായി ചങ്ങാത്തം കൂടാനുള്ള ഒരു നീക്കം CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുണ്ടായിരുന്ന ഈ അപ്രഖ്യാപിത വിലക്ക് അത് തങ്ങൾ എടുത്തു കളഞ്ഞിരിക്കുന്നു എന്ന് പരസ്യമായി CPM നേതൃത്വം തന്നെ ഈ അണികളോട് അല്ലെങ്കിൽ CPMനകത്തുള്ളവരോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ശനിയാഴ്ച മുക്കത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ മസ്ജിദ് മഹൽ സംഗമമുണ്ട്. ഈ സംഗമത്തിൽ CPM മുക്കം നഗരസഭാ ചെയർപേഴ്സൺ ആയിട്ടുള്ള ചാന്ദിനിയും അതുപോലെ വൈസ് ചെയർമാനായിട്ടുള്ള CA പ്രദീപുമാണ് പങ്കെടുക്കുന്നത്. ഇവർ പങ്കെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ലഘുലേഖയും പോസ്റ്ററും ഒക്കെ തന്നെ ജമാഅത്തെ ഇസ്ലാമി തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടി പുറത്തു വന്നതോടുകൂടിയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള വർഗീയ സംഘടനകളുടെ പരിപാടിയിൽ ഇത്തരം CPM നേതാക്കൾ പങ്കെടുക്കാം, അതിനൊരു വിലക്കുമില്ല എന്ന് പരസ്യമായി പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് UDFന് പോയി. അത് UDFന് പല സ്ഥലങ്ങളിലും മേൽക്കൈ ലഭിച്ചു എന്ന തോന്നൽ CPMന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അപ്പോഴേക്കും ഇതാ നിലപാട് മാറിയിരിക്കുന്നു. ആ ഘട്ടത്തിൽ മതരാഷ്ട്രവാദികളും അല്ലെങ്കിൽ ലോകത്തെല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ CPM ഇപ്പോൾ ഇതാ വീണ്ടും അവരുമായുള്ള ചങ്ങാത്തം അരക്കിട്ടുറപ്പിക്കുകയാണ്. തീർച്ചയായും ഗൗതം, അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയാണ് UDF പലയിടത്തും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഘട്ടത്തിലാണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏത് മതവർഗീയ ശക്തികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ജയിക്കണം, ജയമാണ് ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് CPM കൂടി രംഗത്ത് വരുന്നത്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഈ കോഴിക്കോട് ജില്ലയിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന അപ്രഖ്യാപിത വിലക്ക് അത് ഇനി ഇല്ല എന്ന് പരസ്യമായി തന്നെ അണികളോട് പറയുന്ന കാര്യത്തിലേക്ക് ഈ CPM നേതൃത്വം കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ഇനി ജമാഅത്തെ ഇസ്ലാമി നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ പരിപാടിയിലൊക്കെ തന്നെ CPMലെ ജനപ്രതിനിധികളും നേതാക്കളും ഒക്കെ പങ്കെടുക്കും എന്നുള്ളതാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടുതൽ അടുക്കാനും അവരുടെ തോളിൽ കൈയിടാനും തങ്ങൾക്ക് ഒരു മടിയുമില്ല എന്ന് CPM കൂടി പറഞ്ഞിരിക്കുകയാണ്. ഈ ഇടത് വലത് മുന്നണികൾ ഇവർ ഇരുവരും ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പം ഈ മതരാഷ്ട്രവാദികളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പം നിൽക്കാൻ ഒരു മടിയും കാണിക്കാത്ത മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നുള്ളതാണ്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടിയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി യാതൊരുവിധ വിലക്കും തങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് CPM നേതൃത്വം തന്നെ രംഗത്ത് വരുന്നത്. ഗൗതം, ഓക്കെ അനഘ, എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയും CPMും തമ്മിലുള്ള ബന്ധം ഒരിക്കൽ കൂടി വ്യക്തമാകുന്നതാണ്. കോഴിക്കോട് നടക്കുന്ന സംഭവം നാളെ മുക്കത്ത് നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മഹൽ സമ്മേളനത്തിൽ CPMന്റെ പ്രമുഖ നേതാക്കളോടും നഗരസഭാ ചെയർപേഴ്സണോടും ഉൾപ്പെടെ പങ്കെടുക്കാൻ പാർട്ടി തന്നെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന സംഘടനയാണെന്ന് പറയുമ്പോൾ മറുഭാഗത്ത് CPM അവരുടെ കേഡർമാരോട് ഇതാ ജമാഅത്തെ ഇസ്ലാമിയുടെ കൈപിടിക്കാൻ നിർദ്ദേശിക്കുകയാണ്. അനഘ ഹർഷനാണ് വിവരങ്ങളുമായി ചേർന്നത്.